മാസ്ക് ഈസ് എ മാൻഡേറ്ററി അല്ലേ? ഇപ്പം നമ്മൾക്ക് മാസ്ക് ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മാസ്കിനെ നമ്മുടെ ഡെയിലി ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ കഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാസ്കിനോടുള്ള അല്ലെങ്കിൽ മാസ്കിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ശ്രമത്തെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ്സ് ഓഫ് ഇൻഫിനിറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാസ്കിനെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കൊണ്ടും ബീഡ്സ് കൊണ്ടും അല്ല നമുക്ക് കൂടുതൽ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് എന്നത്തെ പോലെ തന്നെ പറയുകയാണ്, പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു റെഡിമെയ്ഡ് ബ്ലാക്ക് മാസ്ക് ആണ്. ഇത് ഞാൻ ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ എംബ്രോയിഡറി ഫ്രെയിമിലാണ്. അപ്പോൾ നമുക്ക് മാസ്കിന് അനുയോജ്യമായിട്ടുള്ള ഒരു എംബ്രോയിഡറി ഫ്രെയിം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു എംബ്രോയിഡറി ഫ്രെയിം വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. അതുപോലെ ഞാനിവിടെ 3 കളറിലുള്ള എംബ്രോയിഡറി ത്രെഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്, റെഡ്, ഗ്രീന്, ഓഫ് വൈറ്റ്. അതിനുശേഷം നമ്മൾക്കിവിടെ നമ്മുടെ ഹോപ്പ് ഫ്ലവർ പാറ്റേൺ ഇവിടെ ഡ്രോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ വരയ്ക്കാൻ നല്ല മിടിക്കുകയാണ് കേട്ടോ, അതുകൊണ്ട് നല്ല വൃത്തിയിൽ തന്നെ വരച്ചിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ വരയ്ക്കാൻ അറിയില്ല, പക്ഷേ ഞാൻ പറ്റുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. അങ്ങനെ വരച്ചിട്ട് നമുക്ക് 2-3 ലീവ്സും കൂടി വരച്ചു കൊടുക്കാം. ഇനി ഈ വരച്ച ഈ ഒരു ഫ്ലവറിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 സൈഡിലും ഞാനിവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സൈഡ് മാത്രം മതിയെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ നീളത്തിൽ വരച്ചിരിക്കുന്ന വരയിൽ കൂടി ഒരു സിംഗിൾ സ്ട്രാൻഡ് നൂലൊന്ന് തുന്നിയെടുക്കണം. അങ്ങനെ ഈ 5 വരയിൽ കൂടിയും നമുക്ക് ആദ്യം ഇങ്ങനെ തുന്നിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ നിർത്തിയെടുത്തുന്നത് തന്നെ വീണ്ടും ഒന്ന് കുത്തിയിട്ട് അതിനിപ്പുറത്തുള്ള സിംഗിൾ സ്ട്രാൻഡ് നൂലിൻ്റെ ഇടയിൽ കൂടി ഒന്ന് വലിച്ചെടുക്കുക. ഇനി തൊട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിനി ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള നൂലിലൂടെയാണ് എടുക്കുക. അതായത് ഈ ഒരു നൂല് വിട്ടിട്ട് അതിനിപ്പുറത്തെ നൂലിലൂടെ വേണം എടുക്കാനായിട്ട്. ഒന്നിടവിട്ട നൂലുകൾക്കിടയിലൂടെ വേണം നമ്മൾ ഇനി അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ ഒന്നിടവിട്ട് ഉള്ള നൂലുകൾക്കിടയിലൂടെ വേണം നമ്മളിനി കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്ലവർ തുന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ തന്നെ നമ്മൾ താഴോട്ട് കുത്തിയിട്ട് അതിൻ്റെ ബാക്ക് വശം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം, കെട്ടിയിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് അഴിഞ്ഞു പോകാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്ലവർ നമ്മൾ തുന്നിയതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് നമ്മളിങ്ങനെ 2-3 ഫ്രഞ്ച് നോട്ട്സ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, കുറച്ചുകൂടി ഭംഗി വരാനായിട്ടാണ്. അപ്പോൾ ഈ ഓഫ് വൈറ്റ് ത്രെഡ് കൊണ്ട് ഇതാ ഇങ്ങനെ 3 വട്ടം ഞാനിങ്ങനെ സൂചിയിൽ ഒന്ന് ചുറ്റിയിട്ട് ഫ്രഞ്ച് നോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രഞ്ച് നോഡിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഞാൻ ഐക്കാർട്ടിലും എൻ്റെ സ്ക്രീനിലും ഇതിൻ്റെ വീഡിയോ ലിങ്ക് ഇടുന്നതായിരിക്കും.
ഇനി നമുക്ക് ലീഫാണ് വേണ്ടത്. അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫിഷ് ബോൺ സ്റ്റൈലിലുള്ള ലീഫാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുന്നത്തെ വീഡിയോ ടാസൽ ഫ്ലവർ മേക്കിംഗ് വീഡിയോയിൽ ഫിഷ് ബോൺ സ്റ്റൈൽ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ എന്തായാലും ഐ കാർട്ടിലോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലോ ഞാൻ കൊടുത്തിട്ടുണ്ടാവും, അത് നോക്കിയിട്ടൊന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് 3 ലീവ്സാണ് വേണ്ടത്. അപ്പോൾ ഇതേ ഫോർമാറ്റിൽ തന്നെ ബാക്കിയുള്ള ലീവ്സും ഒന്ന് തുന്നിയെടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്തെന്നാലും ലാസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് നല്ല ഫിറ്റായിട്ടിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ലീഫിലും ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ 3 ലീവ്സും ഇതുപോലെ ഫിഷ് ബോൺ സ്റ്റൈലിലൊന്ന് എംബ്രോയ്ഡറി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഷുഗർ ബീഡ്സ് നമ്മൾക്ക് ഇതിലൊന്ന് കുറച്ചുകൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ടൊന്ന് തുന്നി കൊടുക്കണം. അപ്പോൾ ഞാൻ 2 സൈഡിലും മുകളിലും താഴെയും ഓൾറെഡി ഇവിടെ നമ്മുടെ ഹൂപ്പ് ഫ്ലവർ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷുഗർ ബീഡ്സ് ഒന്ന് തുന്നി കൊടുക്കുകയാണ്. ഒരു സൈഡിൽ മാത്രമേ ഞാൻ ഷുഗർ ബീഡ്സ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2 സൈഡിൽ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാനൊരു സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ നമ്മൾ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 വട്ടം നൂല് നമ്മുടെ ബീഡിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടി പോകാനോ അഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാനിവിടെ വൈറ്റ് കളറിലുള്ള ഷുഗർ ബീഡാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഫുള്ളി ഒത്തിരി അടുത്ത് വേണ്ട, കുറച്ച് അകത്തി നമുക്ക് തുന്നിയാൽ മതി. അതുപോലെ നമ്മൾ ഷുഗർ ബീഡ്സ് ഒക്കെ തുന്നുമ്പോൾ 2 വട്ടം നമ്മുടെ ഈ ബീഡിനുള്ളിൽ കൂടി ഒന്ന് തുന്നിയെടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അഴിഞ്ഞു പോകാനും പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എംബ്രോയ്ഡറി വർക്കതിന് ശേഷമുള്ള നമ്മുടെ മാസ്കിൻ്റെ അവസാന ലുക്കാണിത്. നല്ല സ്റ്റണ്ണിങ് ഡിസൈനാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു, വീട്ടിലെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു, വളരെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഞാൻ പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞ ദിവസം വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയ ഒരു മാസ്കിൻ്റെ ഒരു പിക്ചറാണ് കാണിക്കുന്നത്. ഇത് വെറും ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ നല്ലൊരു എലഗൻ ലുക്ക് ഉണ്ട് കേട്ടോ. ഇതിന് വളരെ സിമ്പിളുമാണ്, അധികം സമയവും വേണ്ട. അപ്പോൾ ഇന്നത്തെ മാസ്ക് ഡിസൈനിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ.